Good morning everybody. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി ഏജന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. മൾട്ടി ഏജന്റ് സിസ്റ്റം. നമ്മൾ അടുത്ത കുറച്ച് കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് മൾട്ടി ഏജന്റ്. സോ എ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും അടുത്ത കാലത്തായിട്ട് നമ്മൾ എല്ലാ വീഡിയോസിലും കാണാം വി ക്യാൻ യൂസ് മൾട്ടി ഏജൻസ് ഇൻ എ. സോ എന്താണ് മൾട്ടി ഏജന്റ്, അതിന്റെ കൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. So what is multi-agent means? A multi-agent system is a framework where several specialized semi-independent components each handle a specific task. സോ മൾട്ടി ഏജന്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ വ്യത്യസ്തമായ ടാസ്കുകൾ ചെയ്യുന്ന കുറെ കമ്പോണൻസ് ഉണ്ടായിരിക്കും. ആ കമ്പോണൻസുകളെ എല്ലാത്തിനെയും കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോളറും ഉണ്ടായിരിക്കും. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്ക് കാണും, ഡിഫറെന്റ് ആയിട്ടുള്ള ഏജൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ളതായിരിക്കും. ഒരു ടാസ്ക് നമ്മൾ കൊടുക്കുമ്പം ഏത് ഏജന്റാണ് ചെയ്യേണ്ടതെന്ന് ആ കൺട്രോളർ തീരുമാനിച്ച് അതനുസരിച്ച് അത് തീരുമാനങ്ങൾ എടുക്കുകയും അതാത് ഏജന്റിന് അത് പാസ് ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇത് വർക്കാവുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ പ്രോജക്റ്റില് ഹൗ എ പ്രോഗ്രാം വർക്കിംഗ് ഹിയർ ഇൻ മൾട്ടി ഏജന്റ്. അപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഏജന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റ് ഏജന്റ് എന്ന് പറയുന്ന ഒരു ഏജന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ ഞാനൊരു വേർഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വേർഡ് ഡോക്യുമെന്റിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള സമ്മറി ഒക്കെ അറിയാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് സ്റ്റാറ്റ് ഏജന്റ്. രണ്ടാമത്തെ ഏജന്റ് എന്ന് പറയുന്നത് സ്കീമ ഏജന്റ് ആണ്. ഈ സ്കീമ ഏജന്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കോളം നെയിം ആൻഡ് ഡേറ്റ ടൈപ്പ്. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ വേർഡ് ഫയലില് കോളത്തിന്റെ നെയിമും ഡേറ്റ ടൈപ്പിനെയൊക്കെ കണ്ടുപിടിക്കുക എന്നതാണ് ഈ സ്കീമ ഏജന്റിന്റെ ജോലി. മൂന്നാമതായിട്ട് മിസ്സിംഗ് ഏജന്റ്. ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വേർഡ് ഡോക്യുമെന്റ് CSV ഫയലില് മിസ്സിംഗ് വാല്യൂസ്, നൾ വാല്യൂസിനെയൊക്കെ കണ്ടുപിടിക്കുന്ന ഏജന്റ് ആണ് മിസ്സിംഗ് ഏജന്റ്. ഫോർത്ത് വണ് ഇൻസൈറ്റ് ഏജന്റ്. സോ ഇൻസൈറ്റ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റോള് കമ്പ്യൂട്ട് ഡൊമൈൻ ഇൻസൈറ്റ്, ആവറേജ് ഏജ് ബൈ സർവൈവൽ. സോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പ്രീവിയസ് ആയിട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ടൈറ്റാനിക് സർവൈവൽ മാനേജ്മെന്റ് സിസ്റ്റം. ആ ടൈറ്റാനിക്കിന്റെ ഡാറ്റാ സെറ്റ് ആണ് ഞാൻ ഇവിടെയും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ടൈറ്റാനിക്കിലെ പാസഞ്ചേഴ്സിന്റെ ഏജിനെ ബേസ് ചെയ്തിട്ട് എത്ര പേര് സർവൈവ് ആയി എന്നുള്ള ഒരു കോളമുണ്ട്. അതായത് ഏജ് വൈസ് എത്ര പേര് സർവൈവ് ആയി. അപ്പം ആ ഒരു ഡാറ്റാ സെറ്റ് ഇവിടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും അത് കണ്ടുപിടിക്കാനായിട്ട്, അതായത് ഏജ് വൈസ് എത്ര പേര് സർവൈവ് ആയി അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റാ സെറ്റ് ആണ്, ഒരു മൾട്ടി ഏജന്റ് ആണ് ഇൻസൈറ്റ് ഏജന്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഏജന്റ് ആണ് LLM ഏജന്റ്. അതൊരു പ്ലേസ് ഹോൾഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഫോർ ഫ്യൂച്ചർ നാച്ചുറൽ ലാംഗ്വേജ് റീസണിങ്. സോ ഈ LLM ഏജന്റ് ആണ് നമുക്ക് ChatGPT അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള LLMനെ നമുക്ക് APIസിനെ കണക്ട് ചെയ്യേണ്ടത് ഈ LLM ഏജന്റിലാണ്. പക്ഷെ ഇവിടെ ഞാൻ LLM അതുപോലത്തെ GPT അല്ലെങ്കിൽ ജെമിനി പോലുള്ള APIസിനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു സ്ലോട്ടിലാണ് അങ്ങനെയുള്ള ഒരു API നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യേണ്ടത് ഈ LLM ഏജന്റ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിലായിരിക്കണം. അപ്പൊ ഇത്രയും ഏജന്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്: സ്റ്റാറ്റ് ഏജന്റ്, സ്കീമ ഏജന്റ്, മിസ്സിംഗ് ഏജന്റ്, ഇൻസൈറ്റ് ഏജന്റ്, LLM ഏജന്റ്. അപ്പൊ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഒരു 5 ഏജന്റ്സിനെ
കമ്പൈൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ ഒരു കൺട്രോളർ ആവശ്യമാണ്. ആ കൺട്രോളറിന്റെ നെയിമാണ് ഡേറ്റ അസിസ്റ്റന്റ് എന്ന് പറയുന്ന കൺട്രോളർ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഡേറ്റ അസിസ്റ്റന്റ് ഈസ് എ കൺട്രോളർ ഏജന്റ്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, റൂട്ട് യൂസർ ക്വസ്റ്റ്യൻസ് ടു കറക്റ്റ് ഏജ് ബേസ്ഡ് ഓൺ കീവേഡ്. ഞാൻ ഒരു വേർഡ് ഫയലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ അപ്ലോഡ് ചെയ്യുന്ന വേർഡ് ഫയലിലെ യൂസർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കറക്റ്റ് ആയിട്ട് ഏത് ഏജന്റിനെ കൊണ്ടാണോ ചെയ്യിപ്പിക്കേണ്ടത് ആ ഒരു ടാസ്ക് ചെയ്യുന്നത് ഈ ഡേറ്റ അസിസ്റ്റന്റ് എന്ന് പറയുന്ന കൺട്രോളർ ആണ്. അപ്പൊ ഞാൻ ആ ഡേറ്റ ഒരു വേർഡ് ഫയലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ആക്കുന്നു. ആ അപ്ലോഡ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ കൺട്രോളർ എന്ത് ചെയ്യും, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ചോദിച്ചിരിക്കുന്നത് അതിനെ റൂൾ ബേസ് ആയിട്ട് ഏത് ഏജന്റിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ച് അതിലേക്ക് പാസ് ചെയ്ത് വിടുക എന്നതാണ് ഈ കൺട്രോളർ ഏജന്റിന്റെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺട്രോളർ ഏജന്റ് ആണ് ഈ എല്ലാ പ്രോസസ്സിനെയും കോർഡിനേറ്റ് ചെയ്ത് ഓരോരോ ഏജന്റിനും ടാസ്കുകൾ അസൈൻ ചെയ്ത് അതിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഒരു വേർഡ് ഫയൽ ആയിട്ടായിരിക്കും. അപ്പൊ 3 ഫയൽ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേർഡ് ഡോക്യുമെന്റ്, പിന്നെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഏത് ഫയലിൽ നിന്നാണോ ഈ ആൻസർ വേണ്ടിയത് ആ ഒരു ഫയലിന്റെ ഒരു CSV അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പൊ 2 ഫയൽ അപ്ലോഡായി. പിന്നെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതും ഒരു ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഒരു വേർഡ് ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും. അപ്പം ഒരു CSV അപ്ലോഡ് ആക്കി ടൈറ്റാനിക്കിന്റെ ഡാറ്റാ സെറ്റ്. അപ്പൊ അതിൽ ആ ഡാറ്റാ സെറ്റിനെ ബേസ് ചെയ്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വേർഡിൽ ചോദിക്കുകയാണ്. ഏജ് ബേസ് ചെയ്ത് എത്ര പേര് സർവൈവ് ആയിട്ടുണ്ട്, ഇതിനകത്ത് 60ക്ക് മുകളിലുള്ള എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, എത്ര പാസഞ്ചേഴ്സ് ഫീമെയിൽസ് സർവൈവ് ആയി. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേർഡ് ഡോക്യുമെന്റ് വഴി ചോദിക്കുമ്പോഴത്തേക്കിനും അതിനെ അപ്ലോഡ് ആക്കിയ ശേഷം ഈ കൺട്രോളർ ഏത് ഏജന്റിനെ കൊണ്ടാണോ ചെയ്യിപ്പിക്കേണ്ടത് എന്ന് റൂൾ ബേസ് ആയിട്ട് തീരുമാനിച്ച് ആ ഏജന്റിന്റെ സഹായത്തോടു കൂടി ആ റിസൾട്ട് കണ്ടെത്തി ആ റിസൾട്ടിനെ സമ്മറൈസ് ചെയ്തിട്ട് വേറൊരു വേർഡ് ഡോക്യുമെന്റ് ആയി ഡൗൺലോഡബിൾ ഫയലായിട്ട് നമുക്ക് തിരിച്ചു തരുന്നു. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആ വേർഡ് ഫയലിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു മൾട്ടി ഏജന്റ് പ്രോജക്റ്റിന്, ഒരു സിമ്പിൾ മൾട്ടി ഏജന്റ് പ്രോജക്റ്റിന്റെ എക്സാമ്പിൾ ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് ഗൂഗിൾ കൊളാബ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് പൈത്തൺ ആണ്. പൈത്തൺ യൂസ് ചെയ്തിട്ട് ഒരു മൾട്ടി ഏജന്റ് നോർമൽ മൾട്ടി ഏജന്റ് പ്രോജക്റ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കോഡിലേക്ക് പോകാം. നിങ്ങൾ എയുമായി ബേസ് ചെയ്ത് ഞാൻ വേറെയും കുറെ പ്രോജക്ട്സുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഫയലുകളിൽ പ്രീവിയസ് ആയിട്ട് 3 പ്രോജക്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. AI മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ആ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് പോയി നോക്കുവാനും അതിൻ്റെ ഫയൽസും കാര്യങ്ങളും എല്ലാം തന്നെ ജിറ്റ്ഹബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 1, ഇപ്പൊ നിങ്ങൾക്ക് ഇത് വിസിബിൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ റിക്വയർഡ് ലൈബ്രറീസ്. നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നെസസറി ആയിട്ടുള്ള കുറച്ച് ലൈബ്രറീസ് ആവശ്യമാണ്. അപ്പൊ ആ ലൈബ്രറീസ് ഏതൊക്കെയാണ്, ആ ലൈബ്രറീസ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പിപ്പ് കമാൻഡ് വെച്ചിട്ട് നമ്മൾ നമ്മൾ ഇവിടെ ഡോക്യുമെന്റുകളെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വേർഡ് ഡോക്യുമെന്റ്, CSV ഡോക്യുമെന്റ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പിപ്പ് ഇൻസ്റ്റാൾ പൈത്തൺ DOC പാണ്ട
സോ പാണ്ടാസ് ലൈബ്രറിയിലുള്ള DOCX എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഫംഗ്ഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് ആവശ്യമായിട്ടുള്ള വേർഡ് ഡോക്യുമെന്റുകളെയൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ പൈത്തൺ DOC പാണ്ടാസ്. സോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ആകുമ്പം വേർഡ് ഡോക്യുമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം തന്നെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതായത് ഫയൽ അപ്ലോഡ്, അതുപോലെ ഫയൽ ഡൗൺലോഡ്, CSV അപ്ലോഡ്, ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ ലൈബ്രറി ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. നമുക്കിവിടെ കാണാൻ സാധിക്കും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ബ്ലൂ ടിക്ക് മാർക്ക് മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറി ഇൻസ്റ്റാൾ ആയി. സോ ഓൾറെഡി ഞാനിത് ചെയ്തിട്ടുണ്ട്. ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സിക്യൂട്ട് ആക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി അടുത്തതായിട്ട് വേറെയും കുറച്ച് ലൈബ്രറീസ് ആവശ്യമുണ്ട്. ആ ലൈബ്രറീസ് നമ്മൾ ചെയ്യുകയാണ്. സോ ഇവിടെ DOCX ഡോക്യുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ലൈബ്രറി, ഇത് ചെയ്യുന്നത് പാണ്ടാസിന്റെ സഹായത്തോടെയാണ്. അതുകൊണ്ട് ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. പിന്നെ ഗൂഗിൾ കൊളാബിലേക്ക് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ലൈബ്രറിയാണ് google.colab import files. പിന്നെ OS റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ട് OS. ആ ലൈബ്രറീസ് എല്ലാം തന്നെ നമ്മൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലോഡ് ഡാറ്റാ സെറ്റ് ആൻഡ് വേർഡ് ക്വറി ഫയൽസ്. സോ നമ്മളിവിടെ ഞാൻ പറഞ്ഞു ഒരു വേർഡ് ഡോക്യുമെന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത് വേർഡ് ഡോക്യുമെന്റ് ആയിട്ടാണ്. നമ്മുടെ ഇൻപുട്ട് ഫയൽ എന്ന് പറയുന്നത് വേറെ ഒരു CSV ഫയലാണ്. അപ്പൊ ആ CSV ഫയൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വേർഡ് ഡോക്യുമെന്റിലൂടെ ചോദിച്ചിരിക്കുന്നത്. ഇന്ന CSV ഫയലിലെ മിസ്സിംഗ് വാല്യൂസ് കണ്ടുപിടിക്കുക, സർവൈവ്ഡ് പാസഞ്ചേഴ്സിനെ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളിവിടെ 2 ഫയൽസ് അപ്ലോഡ് ചെയ്യണം. ഒരു CSV ഫയല്, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് അടങ്ങിയ വേർഡ് ഫയല്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കോഡാണ് അടുത്തതായി അപ്ലോഡ് ആക്കുന്നത്. നമ്മൾ പ്രിന്റ് പ്ലീസ് അപ്ലോഡ് യുവർ ഡാറ്റാസെറ്റ് CSV ഫയൽ. സോ നമ്മളിവിടെ trained.csv എന്ന് പറയുന്ന ഒരു ഫയലാണ് അപ്ലോഡ് ആക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കമാൻഡാണ് അപ്ലോഡ് ഈസ് ഈക്വൽ ടു ഫയൽസ് ഡോട്ട് അപ്ലോഡ്. CSV ഫയലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിന്റെ വേരിയബിൾ നെയിമും CSV_ഫയൽ നെയിം, ലിസ്റ്റ് അപ്ലോഡ് ഡോട്ട് കീസ് ഓഫ് 0, ഗെറ്റ് അപ്ലോഡഡ് ഫയൽ നെയിം. നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ അപ്ലോഡ് ചെയ്യുന്ന ഫയലിന്റെ നെയിം നമുക്ക് പിന്നീട് പല ആവശ്യത്തിനും പിന്നീട് പല സ്ഥലങ്ങളിലും യൂസ് ആക്കുന്നുണ്ട്. അതിനായിട്ടുള്ള കമാൻഡാണ് CSV ഫയൽ നെയിം ഈസ് ഈക്വൽ ടു ലിസ്റ്റ് അപ്ലോഡ് ഡോട്ട് കീസ് ഓഫ് array0. പ്രിന്റ് പ്ലീസ് അപ്ലോഡ് യുവർ വേർഡ് ഫയൽ കണ്ടെയ്നിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇങ്ങനെ ഒരു ഫയൽ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ഫയൽസിനെ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. നമ്മുടെ ഡാറ്റാ സെറ്റ് CSV ഫയലിനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ആ ഫയലിന്റെ നെയിം നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ CSV ഫയലിനെ പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് അടങ്ങിയ വേർഡ് ഫയലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതിലാണ് നമ്മുടെ ക്വറീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ആ ഒരു ഫയൽ, വേർഡ് ഫയലും നമ്മൾ അപ്ലോഡ് ആക്കുന്നു. സോ ഈ ഒരു ലൈൻസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 അപ്ലോഡിങ് ബട്ടൺസ് ഇവിടെ വരുന്നുണ്ട്. ചൂസ് ഫയല്, ക്യാൻസൽ അപ്ലോഡ്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഫയൽസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ ഒരു CSV ഫയൽ ആയിരിക്കും ഇവിടെ അപ്ലോഡ് ആക്കുക. അത് വേർഡില് പ്രോജക്റ്റ്
സോ ഒരു CSV ഫയൽ ഞാനിവിടെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. 100% കംപ്ലീറ്റഡ്. സോ ഞാൻ അപ്ലോഡ് ചെയ്ത ആ ഒരു CSV ഫയല് നമ്മുടെ ഈ സിസ്റ്റം അത് അപ്ലോഡ് ആക്കിയിരിക്കുന്നു. അടുത്തതായിട്ട് ഒരു വേർഡ് ഫയൽ, നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആ വേർഡ് ഫയലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമായ കാര്യങ്ങൾ എന്നുള്ള ആ ഒരു വേർഡ് ഫയൽ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ആക്കുകയാണ്. സോ അടുത്തതായിട്ട് ആ വേർഡ് ഡോക്യുമെന്റ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് അടങ്ങിയ വേർഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ആക്കുന്ന സ്റ്റെപ്പാണ്. സോ ഇതാണ് ആ വേർഡ് ഡോക്യുമെന്റ്. ഇതിലാണ് ഞാൻ ആവശ്യമായ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് ഫയല് നമ്മളിപ്പോൾ ഇവിടെ അപ്ലോഡ് ആക്കി. training.csv എന്ന ഒരു ഫയല് അപ്ലോഡ് ആക്കുന്നു. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ training.csvയിലും അതുപോലെ ഈ വേർഡ് ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന്. അപ്പൊ ഈ ഒരു വേർഡ് ഡോക്യുമെന്റിൽ ഞാൻ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പാസഞ്ചർ ID കോളം ടോട്ടൽ കൗണ്ട്. സോ പാസഞ്ചർ, ആ ഒരു CSV ഫയലിൽ പാസഞ്ചർ ID ഉണ്ട്. ആ പാസഞ്ചർ IDയുടെ ടോട്ടൽ കൗണ്ട് എത്രയാണ്, എത്ര പാസഞ്ചേഴ്സ് അതിലുണ്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ്, സർവൈവ്ഡ് പാസഞ്ചർ നമ്പർ. അത് വേറൊരു കോളാണ്. ഇപ്പം ആ ഒരു കോളത്തിൽ സർവൈവ്ഡ് പാസഞ്ചേഴ്സിനെ S എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര പേര് പാസഞ്ചേഴ്സ് സർവൈവ് ആയി, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് ഏജ് ലെസ് ദാൻ 40 കൗണ്ട്. ഏജിന്റെ ഒരു കോളം ഉണ്ട്. ആ ഏജ് കോളത്തിൽ എത്ര പേര് ഏജ് ലെസ് ദാൻ 40 ഉള്ളവരുടെ കൗണ്ട് ആണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 3 ക്വസ്റ്റ്യനും 3 ഏജന്റ്സ് ആയിരിക്കും അതിന് ആൻസർ ചെയ്യുന്നത്. പാസഞ്ചറിന്റെ കോളത്തിന്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഏജന്റ്, സർവൈവ്ഡ് പാസഞ്ചേഴ്സിന്റെ നമ്പർ കണ്ടുപിടിക്കുന്നത് വേറെ ഒരു ഏജന്റ്, ഏജ് ലെസ് ദാൻ 40 കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ ഏജന്റ്. അപ്പൊ ഈ ഒരു കൺട്രോളർ ആയിരിക്കും തീരുമാനിക്കുന്നത് ഏത് ഏജന്റിനെ കൊണ്ടാണ് ഈ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തേണ്ടതെന്ന്. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ 3 ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഏജന്റിനെ കൊണ്ടായിരിക്കും. ഇനി നമുക്ക് ആ CSV ഫയൽ ഒന്ന് നോക്കാം, അതിലെന്താണ് ആ CSVയിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്സ് എന്ന്. അപ്പൊ ഇതൊരു ട്രെയിനിങ് ഡേറ്റയാണ്. ഇതാണ് ആ CSV ഫയല്. ഇവിടെ കുറെ കോളംസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാസഞ്ചർ ID ആണ്. പാസഞ്ചർ ID, അതുപോലെ സർവൈവ്ഡ് പാസഞ്ചേഴ്സിനെ 1 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ വേറെ വേറെ കോളംസ് ഉണ്ട്, സെക്സ്, ഏജ്, ടിക്കറ്റ്, ഫെയർ, ക്യാബിൻ. സോ ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഡാറ്റാ സെറ്റിലെ കോളംസ് ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ കാണാം പാസഞ്ചർ ID, ടോട്ടൽ പാസഞ്ചേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് 891 ആണ്. സോ ടോട്ടൽ 891 പാസഞ്ചേഴ്സ് ആയിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്ന ആ ഷിപ്പിൽ ഉണ്ടായിരുന്നത്. അതുപോലെ സർവൈവ്ഡ് ആയിട്ടുള്ളവരെ 1 എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവരൊക്കെ രക്ഷപ്പെട്ട ആളുകളാണ്. അവർ 1. 0 മീൻസ് ദേ ആർ ഡൈഡ്. പിന്നെ ഫീമെയിൽസ്, മെയിൽസ്, സെക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മെയിൽസ് ഫീമെയിൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏജ്, ഓരോ യാത്രക്കാരൻ്റെയും നെയിം,
അവരുടെ ഏജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫറെന്റ് കോളത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. പാസഞ്ചർ ഐ ഡി കോളത്തിൽ നിന്ന് ടോട്ടൽ പാസഞ്ചേഴ്സിനെയും സർവൈവ്ഡ് പാസഞ്ചർ നമ്പർ സെക്കൻഡ് സർവൈവ്ഡ് കോളത്തിൽ നിന്നും അതുപോലെ ഏജ് ലെസ് ദാൻ 40 എന്ന് പറയുന്നത് ഈ ഏജ് കോളത്തിൽ നിന്നുമായിരിക്കും അതിന്റെ ആൻസർ കണ്ടെത്തേണ്ടത്. അത് ചെയ്യുന്നത് 3 ഡിഫറെന്റ് ഏജൻസ് ആയിരിക്കും. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. അടുത്തതായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഫയൽസ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സോ അടുത്തതായി നമ്മൾ ഏജൻസികളെ ഡിഫൈൻ ചെയ്യണം. അതായത് ഡിഫറെന്റ് ഏജൻസ് ഉണ്ട്, ഓരോ ഏജൻസിനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റാർട്ട് ഏജന്റ് ഉണ്ട്, സ്കീമ ഏജന്റ് ഉണ്ട്, മിസ്സിംഗ് ഏജന്റ് ഉണ്ട്, ഇൻസൈറ്റ് ഏജന്റ്, LLM ഏജന്റ്. സോ നമ്മൾ ഈ 5 ഏജൻസിനെ പൈത്തണിൽ ഡിഫൈൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാർട്ട് ഏജന്റിനെ ഡിഫൈൻ ചെയ്തു, സ്കീമ ഏജന്റിനെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തു, മിസ്സിംഗ് ഏജന്റിനെ ഡിഫൈൻ ചെയ്തു, ഇൻസൈറ്റ് ഏജന്റിനെ ഡിഫൈൻ ചെയ്തു. ഈ ഇൻസൈറ്റ് ഏജന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏജ് ബേസ് ചെയ്തിട്ട് എത്ര പേര് സർവൈവ് ആയി, എത്ര പേര് അതിന്റെ ആവറേജ് ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഫോർമുല നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വണ് LLM ഏജന്റ്. ആ LLM ഏജന്റ് ആയിരിക്കും നമ്മുടെ പ്ലേസ് ഹോൾഡർ. നമ്മളൊരു കൊറി ചോദിക്കുമ്പം ആ കൊറിക്ക് അനുസരിച്ച് വർക്ക് ചെയ്യുന്നത് LLM ഏജന്റ് ആയിരിക്കും. നമ്മൾ ഇവിടെ ഒരു API സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ChatGPT അല്ലെങ്കിൽ ജെമിനിയുടെ ഒക്കെ APIനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ LLM ഏജന്റിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെല്ലാം റൺ ആയിട്ടുണ്ട്. ഇവിടെ ബ്ലൂ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. സോ നമ്മൾ 5 ഏജൻസിനെ ഇവിടെ ഡിഫൈൻ ചെയ്തു. അടുത്തതായി ചെയ്യേണ്ട സ്റ്റെപ്പ്, നമ്മുടെ ഈ ഏജൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോളർ ആവശ്യമാണ്. അതിന്റെ നെയിമാണ് മൾട്ടി ഏജന്റ് കൺട്രോളർ. സോ ആ മൾട്ടി ഏജന്റ് കൺട്രോളറിന്റെ പേര് ഡേറ്റ അസിസ്റ്റന്റ് എന്നാണ്. ആ അസിസ്റ്റന്റ് ആയിരിക്കും ഈ പറയുന്ന 5 ഏജൻസിനെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിനെ ഇവിടെ പറഞ്ഞു കൊടുക്കണം. ക്ലാസ് ഡേറ്റ അസിസ്റ്റന്റ് ഏതൊക്കെ ഏജൻസ് ആണ്? സ്റ്റാർട്ട് ഏജന്റ്, സ്കീമ ഏജന്റ്, മിസ്സിംഗ് ഏജന്റ്, ഇൻസൈറ്റ് ഏജന്റ്, LLM ഏജന്റ്. അപ്പം ആ ഏജൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന കൺട്രോളറിന്റെ സ്റ്റെപ്പാണ് അടുത്തതായിട്ട് കൊടുക്കേണ്ടത്. സോ ക്ലാസ് നെയിം ഈസ് ഡേറ്റ അസിസ്റ്റന്റ്. ഒരു സെൽഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം സെൽഫായിട്ട് ഇതിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. സെൽഫ് ഡോട്ട് സ്റ്റാർട്ട് ഏജന്റ് സ്റ്റാറ്റിക് ഏജന്റ്, സെൽഫ് ഡോട്ട് സ്കീമ ഏജന്റ് സ്കീമ ഏജന്റ്, മിസ്സിംഗ് ഏജന്റ്, ഇൻസൈറ്റ് ഏജന്റ്, LLM ഏജന്റ്. പിന്നെ അടുത്തതായിട്ട് ഒരു കൊറി നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ഏജന്റില് സ്റ്റാർട്ട് ഏജന്റിൽ കൊറീസ് ലോവർ കേസ് ആണോ അപ്പർ കേസ് ആണോ അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ഈഫ് കണ്ടീഷനിൽ ഓരോ ഏജന്റിന്റെയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്കീമ ഏജന്റിൽ കോളം വൈസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ സ്കീമ ആയിരിക്കും ചെക്ക് ചെയ്യുക, കോളം സ്ട്രക്ചർ ആയിരിക്കും ചെക്ക് ചെയ്യുക. ആ ടെസ്റ്റിൽ നിന്ന് ഈഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ കോളം സ്ട്രക്ചർ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതുപോലെ സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് ചെക്ക് ചെയ്യുന്നു. സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് ചെക്ക് ചെയ്യുന്ന ഏജന്റിന്റെ കോഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇൻസൈറ്റ് ഏജന്റ് നൾ വാല്യൂസ് ചെക്ക് ചെയ്യുന്നു, മിസ്സിംഗ് വാല്യൂസ്. ആ കോഡ് മിസ്സിംഗ് ഏജന്റിന്റെ കോഡാണ്. അതുപോലെ ഇൻസൈറ്റ് ഏജന്റ് ഏജ് സർവൈവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സെൽഫ് ഡോട്ട് ഡേറ്റ ഇൻസൈറ്റ് ഏജന്റ്
ഇൻസൈറ്റ് ഏജന്റിന്റെ സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ടോപ്പ് റോസ് നമുക്ക് ഫസ്റ്റ് കുറച്ച് ഹെഡർ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഡാറ്റ ഡോട്ട് ഹെഡർ. പിന്നെ ടോട്ടൽ നൾ വാല്യൂസ് എൻട്രീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. അതുപോലെ സർവൈവ്ഡ് പാസഞ്ചർ നമ്പർ പ്രിന്റിംഗ്, നമ്പർ ഓഫ് പാസഞ്ചർ സർവൈവ്ഡ് ഓർ നോട്ട്, ഇഫ് കണ്ടീഷൻ ഈസ് യൂസിങ്, എൽസ് ഇഫ് ഈസ് യൂസിങ്. സോ ഇത് നമ്മൾ റൺ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾസോ സക്സസ്. സോ അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്താണ് ചെയ്തത്, ഒരു കൺട്രോൾ ഏജന്റ് ഉണ്ട്. ആ കൺട്രോൾ ഏജന്റിന്റെ നെയിം എന്ന് പറയുന്നത് ഡേറ്റ അസിസ്റ്റന്റ് ആണ്. അതിലേക്ക് എല്ലാ ഏജൻസിനെയും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഓരോ ഏജന്റിനും ആവശ്യമായ ടാസ്കുകൾ എങ്ങനെ ചെയ്യണമെന്ന് ഈഫ് കണ്ടീഷനിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് സ്റ്റെപ്പ് 7, റൈറ്റ് റിസൾട്ട് ഇൻ ടു ന്യൂ വേർഡ് ഡോക്യുമെന്റ്. നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്തു. ആ അപ്ലോഡ് ചെയ്തതിൽ റൂൾ ബേസ്ഡ് ആയിട്ട് ഏത് ഏജന്റ് എപ്പോൾ വർക്ക് ചെയ്യണമെന്ന് കൺട്രോളർ തീരുമാനിക്കുന്നു. അങ്ങനെ കിട്ടിയ ആ കൊറി റിസൾട്ടിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നതും ഒരു വേർഡ് ഡോക്യുമെന്റ് ആയിട്ടാണ്. അപ്പൊ ആ വേർഡ് ഡോക്യുമെന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായ കോഡാണ് അടുത്തതായി കൊടുക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റിസൾട്ട് ഡോട്ട് DOCX. നമ്മുടെ റിസൾട്ടിനെ സേവ് ചെയ്യുന്നതും ഒരു വേർഡ് ഡോക്യുമെന്റ് ആയിട്ടാണ്. അതിലപ്പം നമ്മൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഉണ്ടായിരിക്കും. അപ്പം അതിന് റൈറ്റ് റിസൾട്ട് ടു DOC എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ചോദിച്ച ക്വറീസ് റിസൾട്ട് ഔട്ട്പുട്ട് പാത്ത് ഈസ് ഈക്വൽ ടു റിസൾട്ട് ഡോട്ട് DOCX. നമ്മുടെ ആ ഫയലിന്റെ നെയിം എന്ന് പറയുന്നത് റിസൾട്ട് ഡോട്ട് DOCX എന്ന് പറയുന്ന ആ വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ച ക്വറീസിന് ബേസ് ചെയ്തിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ച് ആ ആൻസറിനെ സമ്മറൈസ് ചെയ്ത് ആ വേർഡ് ഡോക്യുമെന്റിൽ നമുക്ക് കിട്ടും. അപ്പൊ അതിനുള്ള കമാൻഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. DOC is equal to document. സോ ആഡ് ഹെഡിങ് കൊറി ഫോർ ലൂപ്പ്, ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. കൊറീസിന് QR സിപ്പ് ഫയല്. സോ കൊറി ഈസ് ഈക്വൽ ടു ലെവൽ 2. അത് പാരഗ്രാഫ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് DOC ഡോട്ട് ആഡ് പാരഗ്രാഫ്, റീഡിങ് ദാറ്റ് പാരഗ്രാഫ്. അതിനുള്ള എത്ര ടോക്കൺസ് വേണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സേവ് DOC ഡോട്ട് സേവ് എന്ന് പറയുമ്പം ആ ഔട്ട്പുട്ട് പാത്തിൽ ആ ഒരു വേർഡ് ഡോക്യുമെന്റ് സേവ് ആക്കി നമുക്ക് ഡൗൺലോഡബിൾ ആയിട്ട് കിട്ടും. അതിനുള്ള സ്റ്റെപ്പാണ് ഫയൽസ് ഡോട്ട് ഡൗൺലോഡ് ഔട്ട്പുട്ട് പാത്ത്. സോ നമുക്ക് ഇവിടെ ഡോക്യുമെന്റ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസൾട്ട് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത സ്റ്റെപ്പ് റൺ ദ അസിസ്റ്റന്റ്. സോ നമ്മളിപ്പം എല്ലാ സ്റ്റെപ്പുകളും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാ സെറ്റിനെ ലോഡ് ചെയ്യണം, നമുക്ക് കൊറീസിനെ റീഡ് ചെയ്യിപ്പിക്കണം, ആ കൊറീസിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അതിനുള്ള സ്റ്റെപ്പാണ് അടുത്തതായി ചെയ്യുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ ആ കമാൻഡിന്റെ മെയിൻ ഫംഗ്ഷൻ വർക്കാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇവിടെ ലോഡ് ഡാറ്റ സെറ്റ് ഡാറ്റ ഈസ് ഈക്വൽ ടു PD ഡോട്ട് റീഡ് CSV. സോ നമ്മുടെ CSV ഫയലിനെ റീഡ് ചെയ്യുന്നു. അസിസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ഡാറ്റ അസിസ്റ്റന്റ്. നമ്മുടെ കൺട്രോളറിലേക്കാണ്, ആ കൺട്രോളറാണ് നമ്മൾ ഇപ്പൊ ചെയ്ത ആ ഫയൽസിനെ ലോഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കൊറീസ് എടുത്തുകൊണ്ട് വരുന്നു. പ്രിന്റ് കൊറി ഓഫ് ക്യൂ. ആൻസറിനെ അസിസ്റ്റന്റ് ഡോട്ട് കൊറി ഓഫ് ക്യൂ ഈസ് ഈക്വൽ ടു ആൻസർ. നമ്മുടെ കൊറീസിനെ പ്രോസസ്സ് ചെയ്ത് അസിസ്റ്റന്റ് ആൻസർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് വെക്കുന്നു. ആ ആൻസറിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. അത് അപ്പൻഡ് ചെയ്യുന്നു. നമ്മുടെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനെ എന്ത് ചെയ്യുന്നു, അപ്പൻഡ് ചെയ്യുന്നു. അപ്പൻഡ് ചെയ്ത് നമുക്ക് റിസൾട്ട് നൽകുന്നു. സോ നമ്മുടെ പ്രോഗ്രാം ഇപ്പം റൺ ആയിട്ടുണ്ട്.
സോ അത് റൺ ചെയ്ത ശേഷം നമുക്ക് നൽകുന്ന റിസൾട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാം എല്ലാം ലോഡ് ആകുന്നു. നമ്മൾ ഫയലിന്റെ പാത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, CSVയുടെ പാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആ കൺട്രോളർ സെലക്ട് ചെയ്യും ഏത് ഏജന്റ് ആണ് വർക്ക് ചെയ്യേണ്ടത്. ആ ഏജന്റിനെ അത് കറക്റ്റായിട്ട് റൂൾ ബേസ് ആയിട്ട് കൊടുക്കുന്നു. നമുക്കിവിടെ ഫയൽ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാം ഫയൽസിന്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ടൈറ്റാനിക്കിന്റെ ഡാറ്റാ സെറ്റിനെ അപ്ലോഡ് ചെയ്യുന്നു, ട്രെയിനിങ് ഡാറ്റാ സെറ്റ്. അത് ലോഡായി, സക്സസ്ഫുള്ളി ലോഡായി. ഇനി നമുക്ക് വേർഡ് ഫയൽ, നമ്മുടെ ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്ന വേർഡ് ഫയലിനെ നമുക്ക് ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതും അപ്ലോഡായി. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ആൻസർ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്? പാസഞ്ചർ ID കോളം ടോട്ടൽ കൗണ്ട്. സോ ഇവിടെ 891. അപ്പൊ നമ്മുടെ 891 പാസഞ്ചേഴ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് ഇപ്പം ഡിസ്പ്ലേ ആക്കി കിട്ടിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 891. അതുപോലെ അടുത്തത് ക്വറി 2, സർവൈവ്ഡ് പാസഞ്ചർ നമ്പർ. സർവൈവ്ഡ് പാസഞ്ചർ നമ്പർ ഈസ് 342. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഒരു കോളത്തില് സർവൈവ്ഡ് പാസഞ്ചേഴ്സ് 111. സോ ഇതുപോലത്തെ 342 സർവൈവ്ഡ് പാസഞ്ചേഴ്സ് ആയിരുന്നു. ആ 891ൽ നിന്നും സർവൈവ്ഡ് ആയ പാസഞ്ചേഴ്സ് 342 ആണെന്ന് ഈ AI മോഡല്, ഈ മൾട്ടി ഏജന്റ് നമ്മുടെ കണ്ടുപിടിച്ച് നമുക്ക് റിസൾട്ട് നൽകി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏജ് ലെസ് ദാൻ 40. ഏജ് ലെസ് ദാൻ 40 ഉള്ളവർ 714 ആണ്. അതും ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഈ മൾട്ടി ഏജന്റ് ഏതെങ്കിലും അതിനകത്ത് ഒരു ഏജന്റിന്റെ സഹായത്തോടെ നമുക്ക് ഈ ഏജ് എന്ന് പറയുന്ന കോളത്തിൽ നിന്ന് കണ്ടുപിടിച്ച് നൽകി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ടുകൾ കിട്ടി. ആ റിസൾട്ടുകളെ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ ഇതുപോലെ ഒരു വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ആ റിസൾട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. സർവൈവ്ഡ് പാസഞ്ചേഴ്സ് ഏജ് ലെസ് ദാൻ 40, പാസഞ്ചർ ID ടോട്ടൽ കൗണ്ട് 891. അപ്പോൾ നമ്മുടെ ഈ മൾട്ടി ഏജന്റ് പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു ബേസിക് പ്രോജക്റ്റ് ആയിട്ട് കരുതാവുന്നതാണ്. മൾട്ടി ഏജന്റ് സിസ്റ്റത്തിന്റെ ഒരു ബേസിക് പ്രോജക്റ്റ് ആണ്. ഒരു കൺട്രോളറിന്റെ സഹായത്തോടു കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നു. ആ കൺട്രോളർ ഡിസൈഡ് ചെയ്യുന്നു ഏത് ഏജന്റ് ആണ് വർക്ക് ചെയ്യേണ്ടത്. അതനുസരിച്ച് ഒരു റൂൾ ബേസ്ഡ് ആയിട്ട് ഇത് വർക്ക് ആവുകയും ആ റിസൾട്ടിനെ നമുക്ക് ഡൗൺലോഡബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അത്രയ്ക്കും ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു വേർഡ് ഡോക്യുമെന്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം കറക്റ്റായിട്ട് ആൻസർ ഒരു CSV ഫയലിൽ നിന്ന് കണ്ടെത്തി നൽകുന്നു. അത് ഡിഫറെന്റ് ഏജന്റിനെ വെച്ചിട്ട് അവരുടെ ടാസ്കുകളെ കംപ്ലീറ്റ് ചെയ്ത് നൽകുന്നു എന്നതാണ് ഈ ഒരു ബേസിക് മൾട്ടി ഏജന്റ് പ്രോജക്റ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷനായിട്ട് നമുക്ക് ഇംപ്രൂവ്ഡ് വേർഷനായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ പല ഏജൻസിനെ യൂസ് ചെയ്തു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ LLM ഏജന്റ് ഇപ്പൊ ഓൺലൈൻ അല്ല. LLM ഏജന്റിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ജെമിനി APIയോ അല്ലെങ്കിൽ പെർപ്ലസിറ്റി അല്ലെങ്കിൽ ChatGPT ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓൺലൈൻ LLMന്റെ പവർ നമുക്ക് കിട്ടും. അപ്പൊ ഇത് ഒരു ഓഫ്ലൈൻ സിസ്റ്റമായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിനെ നമുക്ക് കൂടുതൽ ലൈവ് ആയിട്ടുള്ള ഒരു API ബേസ് ചെയ്ത് നമുക്ക് കൺവേർട്ട് ആക്കാനായിട്ട് ജസ്റ്റ് LLM ഏജന്റിനെ റീപ്ലേസ് ചെയ്ത് APIയുടെ പാത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അതുപോലെ കൂടുതൽ ഏജൻസിനെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനിപ്പം 6 ഏജന്റ് മാത്രമാണ് യൂസ് ചെയ്തത്. ഫസി ലോജിക് ഒക്കെ വെച്ചിട്ട് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഏജൻസിനെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കൂടുതൽ ഫസി ലോജിക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ അത് പ്രദാനം ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ഈ ഒരു കോഡിനെ നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. LLM ഏജന്റിനെ റീപ്ലേസ് ചെയ്തിട്ട് ജെമിനി API ഒക്കെ ആക്കി നമുക്ക് മാറ്റാനായിട്ട് ഉള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
അപ്പം ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് LLM മോഡൽസും കൂടുതൽ മൾട്ടി ഏജന്റിനെ യൂസ് ചെയ്ത് നമുക്ക് ലാങ് ചെയിൻ ഒക്കെ വെച്ചിട്ട് ഇതിനെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റാനായിട്ട് ക്രൂ AI ഒക്കെ വെച്ചിട്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ മൾട്ടി ഏജന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മാറ്റിയെടുക്കാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഈ പ്രോജക്റ്റിന്റെ കോഡുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ജിറ്റ്ഹബിൽ അപ്ലോഡ് ചെയ്യും. അതുപോലെ കാഗിളിലും ഉണ്ടായിരിക്കും. അവിടെ വേറെയും AI പ്രോജക്ട്സുകൾ ഓൾറെഡി 3-4 പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ കോഡ് യൂസ് ചെയ്ത് സെയിം കൊളാബിലോ അല്ലെങ്കിൽ ജുപ്പിറ്റർ നോട്ട്ബുക്കിലോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ പ്രോജക്ട്സിനും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്കും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആനന്ദ് ഇൻസ്പയർ സൈനിങ് ഓഫ്.